ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പ് മുറിച്ചാലൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണിത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് മധുരത്തിനുള്ള പഞ്ചസാരയാണ്. ഇപ്പോൾ ഇവിടെ ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു 1/2 ടിന്ന് കണ്ടൻസ് മിൽക്ക് ഒഴിക്കട്ടോ, പഞ്ചസാര ആഡ് ചെയ്യുന്നില്ലെങ്കിൽ. പിന്നെ ഇവിടെ ഞാൻ കോൺഫ്ലവർ പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു മിക്സ് നമുക്ക് ആ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു പാലിന് ഇങ്ങനെ കയ്യിലെടുക്കാണ്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് തിക്കാവുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു രീതിയിലാകുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഇതിൻ്റെ ചൂട് കുറയുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് തിക്കായ ടൈമിന് ഞാൻ ഇതിലേക്ക് കസ്കസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടതിന് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് കുടിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഗ്രേപ്സും അതുപോലെ സ്ട്രോബെറി നട്ട്സ് അതെല്ലാം വെച്ചിട്ടാണ് ഞാനിവിടെ ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കുടിക്കുന്നതാണ് കുറച്ചും കൂടി എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം നിങ്ങൾ ഇതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ കുറച്ചൊന്ന് തണുത്തതിനല്ല തട്ടാൻ കുറച്ചും കൂടി തിക്കായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവാം. അപ്പോൾ ഇതാ ഞാൻ ഫ്രൂട്ട്സും നട്ട്സെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്